17-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാശയമാണ് ഹോളോ എർത്ത്. ഭൂമി പൂർണ്ണമായും പൊള്ളയാണോ, അതോ അതിനുള്ളിൽ ഗണ്യമായ ഇൻറ്റീരിയർ സ്പേസ് ഉൾക്കൊള്ളുന്നുണ്ടോ? ഈ ആശയത്തെയാണ് ഹോളോ എർത്ത് എന്ന് പറയുന്നത്. ഭൂമിയുടെ ആന്തരിക ഭാഗം ശൂന്യമായിരിക്കുന്നുവെന്നും അതിൽ ഭൂമുഖത്തു നിന്നും കടക്കാൻ കഴിയുന്ന രഹസ്യപാതകൾ ഉണ്ട് എന്നും അവിടെ മാനവവർഗം അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾ വസിക്കുന്നുവെന്നും പറയപ്പെടുന്നു. 17-ാം നൂറ്റാണ്ടിൽ എഡ്മണ്ട് ഹാലി എന്ന വ്യക്തിയാണ് ഈ ആശയം നിർദ്ദേശിച്ചത്. പിന്നീട് 1774-ൽ ചാൾസ് ഹട്ടൺ എന്ന വ്യക്തി ഈ സിദ്ധാന്തം തെറ്റാണെന്ന് ഒരു പരീക്ഷണത്തിലൂടെ തെളിയിക്കുകയും ചെയ്തു. പക്ഷേ 18-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായ ജോൺ ക്ലീവസ് സിമസ് എന്നൊരു വ്യക്തി ഹോളോ എർത്ത് സിദ്ധാന്തത്തെ വീണ്ടും ലോകത്ത് പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു. അദ്ദേഹം ഭൂമിക്ക് രഹസ്യ കവാടങ്ങൾ ഉണ്ടെന്നും ഭൂമിയുടെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കാമെന്നും അവിടെ മനുഷ്യർ ഉൾപ്പെടുന്ന ജീവജാലങ്ങൾ നിലനിൽക്കുന്നുവെന്നും വാദിച്ചു. പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ ചില ഗൂഢശാസ്ത്ര ചിന്തകർ UFOs ഒക്കെ ഉൾപ്പെടുന്ന ഹോളോ എർത്ത് സിദ്ധാന്തം വീണ്ടും ജനപ്രിയമാക്കി. ഭൂമിയുടെ ആന്തരിക ഘടനയിൽ മാൻഡെയിൽ ആണെന്നും അതിൻ്റെ ആന്തരിക ഭാഗത്ത് ലോഹം അടങ്ങിയ കടകം അഥവാ കോർ ആണ് ഉള്ളത് എന്നും ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായ സീസ്മിക് തരംഗങ്ങൾ ഈ ഘടനയെ പഠിക്കുന്നതിനായി ഉപയോഗിച്ചതോടും കൂടി ഹോളോ എർത്ത് സിദ്ധാന്തത്തെ തള്ളിക്കളയാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചു. അതോടൊപ്പം ഭൂമിയുടെ ആന്തരിക ഭാഗത്ത് വളരെ ഉയർന്ന താപനിലയും മർദ്ദവും ഉള്ളതിനാൽ ജീവനുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അസാധ്യമാണെന്നും അവർ കണ്ടെത്തി. ഹോളോ എർത്ത് സിദ്ധാന്തം ശാസ്ത്രപരമായി തെറ്റാണെങ്കിലും അത് ഇപ്പോഴും ചിലരുടെ ചിന്തകളിലും സാംസ്കാരിക കഥകളിലും ജനപ്രിയമാണ്. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള ഭൗതിക ശാസ്ത്രപരമായ തെളിവുകൾ ഈ സിദ്ധാന്തത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഹോളോ എർത്ത് സിദ്ധാന്തം തികച്ചും ആകർഷകമായ ഒരു ആശയം മാത്രമാണ്.